അപ്പോൾ ഇമ്പോസിബിൾ കണ്ടീഷൻ ഒന്നുകൂടി ഓർമ്മിക്കാം. കണ്ടീഷണൽ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും വരുന്നത്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് ബീറ്റ്. സോ ഇഫിനോട് കൂടി പാസ്റ്റ് പെർഫെക്റ്റ് വന്നിരിക്കുന്നത് കൊണ്ട് ആൻസർ ഷുഡ് ഹാവ് ഗോട്ട് എന്ന് വന്നു. അടുത്തത് when was last radio invention? ഇൻവെൻഷൻ എന്നാൽ കണ്ടുപിടുത്തം. ഓരോ കണ്ടുപിടുത്തങ്ങളും പുതിയതും പ്രത്യേകവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇൻവെൻഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ഡി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ when was the radio invented? The electric lamp എന്ന് തന്നെ പറയും. അപ്പൊ അതേപോലെ ഏത് ഇൻവെൻഷന്റെ കാര്യം സൂചിപ്പിക്കുമ്പോഴും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ആൻസർ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം ദ ന്യൂസ് എന്നുള്ളതാണ്. ന്യൂസ് സിംഗുലറാണ്. ന്യൂസ് എന്നത് സിംഗുലറാണ്. അങ്ങനെയെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കുക വളരെ എളുപ്പം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിംഗുലർ ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി. വേറും ആറും ടൂവും ഒക്കെ പ്ലൂറലാണ്. സോ സിംഗുലർ വാസ്. ന്യൂസ് എന്ന പദം സിംഗുലർ ആയതുകൊണ്ട് തന്ന ഓപ്ഷനിൽ നിന്നും സിംഗുലർ വെർബ് തിരഞ്ഞെടുക്കുക. അത് വാസ് ആണ് സിംഗുലർ. അപ്പോഴാണ് ദ പ്രോജക്ട് വാസ് ഹൈലി റിവാർഡിങ്. ക്വസ്റ്റ്യൻ ഡയഗ്രാം ഉണ്ടാക്കാനുള്ളത്. തന്നിരിക്കുന്ന വാക്യത്തിൽ സഹായക ക്രിയയുണ്ടോ എന്ന് നോക്കുക. സഹായക ക്രിയയുണ്ട് വാസ്. തന്നിരിക്കുന്ന വാക്യത്തിൽ സഹായക ക്രിയ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ടാഗ് ഉണ്ടാക്കണം. രണ്ട്, വാക്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും. ദ പ്രോജക്ട് വാസ് ഹൈലി റിവാർഡിങ് എന്നതിൽ വാക്യം പോസിറ്റീവാണ്. വാക്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. അപ്പോൾ വാസ് വന്നത് എടുക്കും. വാക്യം പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടിൽ ചേർന്നു. ദ പ്രോജക്ട് എന്ന സബ്ജക്ട് അതിന്റെ പ്രോനൗൺ രൂപം ടാഗ് ഉണ്ടാക്കുക പ്രോനൗൺ രൂപം ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ ദ പ്രോജക്ട് എന്നതിന്റെ പ്രോനൗൺ രൂപം ഇറ്റ് ആണ്. അപ്പോൾ ആൻസർ വാസ് ഇറ്റ് എന്ന് വരുന്നു. അടുത്തത് ദ റൈഡർ സ്വേർഡ് ദ വിൻഡ് ആൻഡ് ദ ഹോഴ്സ് ജംപ്ഡ് അപ്പ്. റൈഡർ സഞ്ചാരി സ്വേർഡ് ദ വിൻഡ് ചാട്ട ചുഴറ്റുകയും ഹോഴ്സ് ജംപ്ഡ് അപ്പ് കുതിര മുകളിലേക്ക് ചാടുകയും ചെയ്യും. എങ്ങനെ? ഡാഷ് എ വൈറ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. ഡാഷ് എ വൈറ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. ഡസ്റ്റിന്റെ ഒരു വൈറ്റ് ക്ലൗഡിനെ ഉയർത്തിക്കൊണ്ട് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉയർത്തി എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ വൈറ്റ് ക്ലൗഡിനെ റേസ് ചെയ്തു അഥവാ ഉയർത്തി എന്നർത്ഥമുള്ള റേസിംഗ് ആണ് പറയേണ്ടത്. റേസിംഗ് ഉയർത്തുക. ജംപ്ഡ് അപ്പ് റേസിംഗ് എ വൈറ്റ് ക്ലൗഡ്. അപ്പോൾ ഇനി അടുത്ത ജില്ലയിലെ ചോദ്യപേപ്പർ പരിശോധിക്കാം.